കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പാവയ്ക്ക വെള്ളത്തോരനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെന്ന് വെച്ചാൽ പച്ചമുളക് വേണം, മെയിനായിട്ട് പാവയ്ക്ക, ഇത് പിന്നെ സൈഡിൽ വെളുത്തുള്ളി, ഇഞ്ചി, സവോള ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പാവയ്ക്ക വെള്ളത്തോരന് വേണ്ടത്. ഞാനിത് ഇവിടെ ഒരു ചട്ടി ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. വീട്ടിൽ തന്നെ ആട്ടിച്ച വെളിച്ചെണ്ണയാണ്. നമ്മൾ കടയിൽ നിന്ന് വെളിച്ചെണ്ണ മേടിക്കുന്ന കുറവാണ്. ഞാൻ ഒരു കറിക്കകത്തും കടുകിടില്ല കേട്ടോ. അപ്പം നമുക്ക് ഇതിനകത്തെ ഓരോരോ സാധനങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. സവോള ചെറുതായിട്ട് അരിഞ്ഞു, ഇതിൻ്റെ കൂടത്തിലേക്ക് പച്ചമുളക് ഞാൻ കുറച്ച് കൂടുതലിടുന്നുണ്ട്. പിള്ളേരൊന്നും പാവയ്ക്ക കൂട്ടിയില്ല, അപ്പം എനിക്ക് ഇച്ചിരി എരിവിനോട് ഇഷ്ടമാണ്. അപ്പോൾ പച്ചമുളക് ഞാൻ കുറച്ച് കൂടുതലിടുന്നുണ്ട്. അപ്പോൾ അത്രയും സാധനം ഞാൻ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാതെ. കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് വെള്ള കളറിലെ തോരനാണ്. മഞ്ഞപ്പൊടി ഇതിനകത്ത് ഇടുകയില്ല. മഞ്ഞപ്പൊടി ഇട്ട പാവയ്ക്ക ടേസ്റ്റ് മുഴുവൻ പോവും. ഇത് വെള്ള കളറിലെ തോരനാണ്. പിന്നെ തൊട്ട് വെള്ളം ഒഴിക്കാനും പാടില്ല. നമുക്കിനി അടുത്തത് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് അങ്ങനെ പാവയ്ക്കയെല്ലാം ഞാൻ ഇട്ട് കൊടുത്തു. പാവയ്ക്കയെല്ലാം ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് മിക്സാക്കി വെള്ളമില്ലാതെ എണ്ണയിൽ തന്നെ കടന്ന് വെന്ത് വരണേ. ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. എണ്ണയിൽ തന്നെ നടുന്നത് നന്നായിട്ട് വെന്ത് വരട്ടെ. നമുക്കത് റെഡിയാകുമ്പോഴത്തേനും ഇതിന് തേങ്ങ വേണം. തേങ്ങ ചിരണ്ടിട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ തേങ്ങയും കൂടി ചിരണ്ടി എടുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ പാവയ്ക്ക് ഏകദേശം വാടി വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവേ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. തേങ്ങയിലിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇടുകയേ ചെയ്യരുത്. ഇങ്ങനെ വെള്ളയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ. മഞ്ഞൾപ്പൊടി ഇട്ടാൽ അത് ഒരു ടേസ്റ്റും കിട്ടിയില്ല. എൻ്റെ ഇതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു തോരനാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ സിമ്പിൾ വെള്ളപ്പാവയ്ക്ക തോരൻ ഇത്രയേ ഉള്ളേ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. മഞ്ഞൾപ്പൊടി ഇടാതെ ഒരിക്കലെങ്കിലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.